ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ നമ്മൾ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 8ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളെയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണട്ടെ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 4 മണി 4:15 ഞാൻ കിച്ചണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കന് ബീഫെല്ലാം ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്തി ഉണ്ടാക്കണമെന്ന് മന്തിക്കുള്ള ഐഡിയയെല്ലാം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെയ്ക്ക് ആക്കാനുള്ള നട്സെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. 4:15 മനസ്സുറിച്ച പോള കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ അലീസിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് യാറ മോമോസിലുള്ള പിന്നെ മൈദെല്ലാം കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ മന്തിക്കുള്ള ചിക്കനെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. മൻസൂർച്ച മന്തി വയ്ക്കില്ല കേട്ടോ. അപ്പോൾ മൻസൂർച്ചക്ക് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പോള വാങ്ങിക്കൊണ്ടുവന്നിന് കേട്ടോ. അപ്പോൾ മന്തി വയ്ക്കില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് അരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നോമ്പിനാകുമ്പോൾ തേയും ചെയ്യും കേട്ടോ. മറ്റേ ചാലങ്കത് പിന്നെ കുറച്ചേ ഉണ്ടായിട്ടു. നോമ്പിനങ്ങനെ ആർക്കും അങ്ങനെ കൂടുതൽ വേണ്ടല്ലോ. പിന്നെ ജ്യൂസും അപ്പമെല്ലാം തിന്നിട്ടാകുമ്പോൾ അപ്പോൾ അതായത് കുറച്ച് പിന്നെ മന്തി അരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മന്തി ആക്കാമെന്ന് വിചാരിച്ച് മൻസൂർച്ചക്ക് പോള ബീഫ് കറി ആക്കാമെന്ന് വിചാരിച്ചത്. അത്താഴത്തിന് ഏതായാലും കറി ഉണ്ടാക്കണം. അപ്പോൾ ഏതായാലും ഇപ്പോഴേ ബീഫ് കറി ആക്കി വെച്ചെങ്കിൽ അത്താഴത്തിലേക്കും കൂട്ടാം. പിന്നെ ഈ മൻസൂർച്ചക്ക് പോളക്കും കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ മന്തിയെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്ക് പിന്നെ 1 മണിയാകുമ്പോൾ കിച്ചണിൽ വന്നിട്ട് ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ചിക്കനെല്ലാം മസാല പറ്റി വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ ബ്രെഡ് പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ചിക്കനും മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പം വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ മന്തിക്കുള്ള മസാല റെഡിയാക്കി വെച്ച് ഇത് പിന്നെ പിസ്സക്കുള്ള ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കാതെ. ഇത് ബട്ടർഫ്ലൈക്കുള്ള ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം തൊലി കളഞ്ഞെടുക്കലാണ്. എങ്ങനെയുണ്ട് എല്ലാവർക്കും നോമ്പും? പിന്നെ റാഹത്തന്നല്ലേ? പിന്നെ എല്ലാവരുടെ അവസ്ഥ എന്തെന്ന് പറയട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയിന് കേട്ടോ. ഡൗൺലോഡ് ആക്കുന്ന സമയത്ത് പിന്നെ അതുകൊണ്ട് വീഡിയോ ഭയങ്കര ബ്ലറാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പിന്നെ ബീഫ് കറിക്കുള്ള സവാളെല്ലാം അരിഞ്ഞെടുക്കലാണ്. അപ്പോഴേക്ക് പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലും ഒരു പാത്രത്തിലാക്കിയിട്ട് തിളപ്പിക്കാൻ വെക്കലാണ്. അങ്ങനെ ബീഫ് കറിക്കുള്ള സവാളെല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ. അതിന് ശേഷം പച്ചമുളകും തക്കാളിയെല്ലാം മുറിച്ചെടുക്കലാണ്. ബീഫെല്ലാം ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ പച്ചമുളക്, തക്കാളി, പിന്നെ നീരുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം വറുത്തിട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം വറുത്തിട്ടിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ്. എന്നിട്ട് വേവിച്ചെടുക്കാണ് കേട്ടോ. ഇനി ഇതാ ചിക്കൻ ബട്ടർഫ്ലൈ അത് വേവാൻ വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് അതാ ചിക്കൻ ബട്ടർഫ്ലൈക്കുള്ളതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ച ശേഷം പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെക്കും. അങ്ങനെ ഇതാ ചിക്കൻ ബട്ടർഫ്ലൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് എണ്ണയിട്ട് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ അത് അവിടെ കഴിഞ്ഞിട്ടാ. ഇനി മമ്മൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള സവാള ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുള്ളത് മൈദെല്ലാം പരത്തിയെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ മോമോസിനുള്ളതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ മസാലയെല്ലാം വെച്ച് കൊടുക്കലാന്ന്. എന്നിട്ട് കൈക്കൊണ്ട് ഇതിങ്ങനെ ആക്കിയെടുക്കലാന്ന് കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കലാന്ന് കേട്ടോ.
മോമോസ് റെഡിയാക്കി കഴിഞ്ഞു. ഇത് മോമോസിലേക്കുള്ള മയോണീസ് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി മന്തിക്കുള്ളത് റെഡിയാക്കി എടുക്കാനുണ്ട്. ഒന്നിച്ചിട്ട് തന്നെ ആക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഇതാ മോമോസിൽ വേവിച്ചെടുക്കലാന്ന്. നേരത്തെ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേവിച്ചെടുക്കലാന്ന്. ഇതിൻ്റെ ചിക്കൻ ബട്ടർ ഫ്രൈ എല്ലാം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. ഇത് മോമോസിനുള്ള സോസ് ഉണ്ടാക്കുന്നതാണ്. സവാളയും ഉണക്കമുളകും തക്കാളിയും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് വേവിച്ചെടുക്കലാണ് കേട്ടോ കുക്കറിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തക്കാളി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വയ്യ പെട്ടെന്ന് മമ്മി എന്തോ നോക്കുമ്പോൾ തക്കാളി കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഓർമ്മ വന്നിട്ട് വയ്യ ആദ്യം തക്കാളി വേവിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഉണക്കമുളകും വെളുത്തുള്ളിയും സവാളയും മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ്. വയ്യ മിക്സിയിലിട്ടിട്ട് അടിക്കാൻ നോക്കുമ്പോൾ തക്കാളി ഇടാത്ത ഓർമ്മ വന്നത്. അങ്ങനെ ആദ്യം വേവിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ ബീഫ് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് കറിയിലേക്ക്. അങ്ങനെ ബീഫ് കറി റെഡിയായി. ഇതാ ബ്രെഡ് പിസക്കുള്ള ബ്രെഡെല്ലാം ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കലാണ്. അങ്ങനെ ഇതാ ചിക്കൻ ബട്ടർഫ്ലൈ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കലാണ് കേട്ടോ. അങ്ങനെ മന്തിക്കുള്ള അരിയെല്ലാം വേവിച്ചെടുക്കലാണ്. ഇത് ചിക്കൻ പിസക്കുള്ള സവാളയും ചെറിയ ഒരു പകുതി സവാള കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം അതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കലാണ്. ഇതെല്ലാം എല്ലാം ഒരുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കലാണ് കേട്ടോ. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിസ്സ സോസ് റെഡിയാക്കി എടുക്കലാണ്. ഇതാ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ ഒരു പാനിലേക്ക് ഇതാ ബ്രെഡെല്ലാം ഇങ്ങനെ പീസാക്കിയതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സോസെല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളിയും ക്യാപ്സിക്കെല്ലാം വെച്ച് കൊടുക്കലാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ആക്കിയതെല്ലാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം.
ഒറിഗാനോ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അതിനുശേഷം അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ചീസെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിട്ടാ, മെൽറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ സ്നാക്കെല്ലാം റെഡി ആയിട്ടാണ്. ഇത് ടേബിൾമ കൊണ്ടുവെക്കലാണ്. ഇത് ചെറുനാരക സർബത്താണ് കേട്ടോ. അങ്ങനെ ഇതാ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോരോ പ്ലേറ്റിലാക്കി വെക്കലാണ്. അങ്ങനെ ഓറഞ്ച് ജ്യൂസിലൊക്കെ ഉള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന ടൈം ആകുമ്പം ഓറഞ്ച് ജ്യൂസാക്കി എടുക്കലാണ്. പിന്നെ മൻസൂർ ചവന്തിരി ഷേക്ക് റെഡിയാക്കി എടുക്കും കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒരേ പ്ലേറ്റിലാക്കി വെക്കലാണ്. അതിന് ശേഷം മയോണൈസിൽ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. സോസെല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ മയോണൈസ് ഒരാൾ വേണ്ടാന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓറഞ്ചിലേക്കുള്ള പിന്നെ ജ്യൂസാക്കാനുള്ള ഐസെല്ലാം പൊട്ടിച്ചെടുക്കലാണ്. അങ്ങനെ ഇതായി ഓറഞ്ച് ജ്യൂസെല്ലാം ആക്കി എടുക്കലാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. മൻസൂർ ചവന്തിരി ഷേക്കെല്ലാം റെഡിയാക്കി എടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഓറഞ്ച് ജ്യൂസെല്ലാം റെഡി ആയിട്ടുണ്ട്. മൻസൂർ ഷേക്കെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഷെയ്ക്കെല്ലാം റെഡിയാക്കി എടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയല്ലോ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. മറക്കണ്ട. കമൻറ്റ് ചെയ്യും. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തുട്ടോ. എല്ലാവരും നോമ്പ് തുറന്നു. അൽഹംദുലില്ലാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.